എത്ര വിചിത്രമാണല്ലേ നമ്മുടെ ലോകം. ഈ സംസാര സാഗരം എന്നൊക്കെ പറയുന്നത്, നമ്മൾ താമസിക്കുന്ന സ്ഥലം, നമ്മളുടെ ചുറ്റുള്ള ആളുകൾ, നമ്മളായിട്ട് ഇടപഴകുന്ന ആളുകൾ, അല്ലേ? എന്തൊരു വിചിത്രമാണ്. നല്ല രസമുണ്ടാവും ചില ദിവസങ്ങൾ, തമാശയും സന്തോഷവും അതുപോലെ തന്നെ അബദ്ധങ്ങളും, അങ്ങനെ ഓരോ ദിവസവും ഓരോരോ വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും വന്നുകൊണ്ട് നമ്മളിങ്ങനെ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. എല്ലാ ദിവസത്തിനും ഉണ്ടാകും ഓരോ പുതിയ കഥകൾ പറയാൻ. ശരിക്കും സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഇത്രയും കാലം നമ്മൾ ജനിച്ച് ഇതുവരേക്ക് എത്തിയപ്പോൾ തന്നെ എന്തെല്ലാം പുതിയ പുതിയ അനുഭവങ്ങളാണ് ഓരോരോ ദിവസങ്ങളും നമ്മൾക്കുണ്ടായിരിക്കുന്നത്. പലതും നമ്മുടെ ഓർമ്മയിലുണ്ടാവും, ചിലതെല്ലാം നമ്മൾ ഇഗ്നോർ ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു രസകരമായിട്ടൊരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞങ്ങൾ മദ്രാസിൽ, ഞാനും എൻ്റെ കൂട്ടുകാരനും GT എക്സ്പ്രസ്സിൽ ട്രെയിൻ ഇറങ്ങി. അപ്പോൾ മദ്രാസിൻ്റെ അടുത്ത് ഒരു മാർക്കറ്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് മോർ മാർക്കറ്റ്. അന്നത്തെ കാലത്ത്, ഇന്നതില്ല കേട്ടോ, ഇന്ന് ആ മോർ മാർക്കറ്റ് നിൽക്കുന്ന സ്ഥലം റെയിൽവേ എക്സ്പാൻഡ് ചെയ്ത് അവിടെ പുതിയ റെയിൽവേ പ്ലാറ്റ്ഫോമുകളെല്ലാം വന്നു, റെയിൽവേ സ്റ്റേഷനുകളെല്ലാം വന്നു. അവിടെയാണ് ഇന്നത്തെ റിസർവേഷൻ സെൻറ്റർ, ചെന്നൈ സെൻറ്ററിലെ റിസർവേഷൻ സെൻറ്റർ ഉള്ളത് ഇന്ന് ആ ഭാഗത്താണ്. ആ റിസർവേഷൻ സെൻറ്റർ എവിടെയാണോ നിൽക്കുന്നത്, അന്ന് അവിടെ വലിയൊരു മാർക്കറ്റായിരുന്നു മോർ മാർക്കറ്റ്. മോർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് അവിടെ ആളുകളിൽ നിന്ന് കട്ടുകൊണ്ടുവന്ന സാധനവും ആളുകളിൽ നിന്ന് ലൂട്ട് ചെയ്ത സാധനങ്ങളും, ട്രാൻസ്പോർട്ടിൽ നിന്ന് അൺലോഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും പെട്ടികൾ എടുത്തുകൊണ്ട് പോയിട്ട് വരുന്ന സാധനങ്ങളും, ടെക്സ്റ്റൈലുകളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളും, ധോബികൾ ഉണക്കായിട്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്നും പൊക്കിക്കൊണ്ടുവരുന്ന സാധനങ്ങളും, അതല്ലാതെ പഴയ സാധനങ്ങളും, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരിക്കും വിൽക്കാനുള്ളത്. പലതും പുതിയതായിരിക്കും. അത് ആക്ച്വലി ചോർ ബജാർ എന്നും പറയും അതിന്. ചോർ ബജാർ എന്ന് പറഞ്ഞു വെച്ചാൽ അത് ഡൽഹിയിലുണ്ട്, ലാൽ കിലയ്ക്ക് പിന്നിലുണ്ട് ചോർ ബജാർ എന്ന് പറയുന്ന സ്ഥലം, അതായത് കള്ളന്മാരുടെ മാർക്കറ്റ്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ സർക്കാർ അനുവദിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ്, ലോകം അങ്ങനെയാണ്. അത്ര പറഞ്ഞാൽ മതി. കാരണം ഇതിനൊന്നും ശരിയായ പ്രൂഫോ ഒന്നും കിട്ടില്ലെങ്കിൽ അത് മാർക്കറ്റിൽ വരുന്നു, പാവങ്ങൾ കച്ചവടം ചെയ്യുന്നു, എന്തെങ്കിലും ചെയ്യുന്നു, ജീവിക്കുന്നു. അപ്പോൾ മനുഷ്യരെ തൊഴിലെടുത്ത് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരിക്കണം അന്നത്തെ ആൾക്കാരുടെ ദൃഷ്ടിയിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മോർ മാർക്കറ്റും ചോർ മാർക്കറ്റും ഇതൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു മോർ മാർക്കറ്റ്, അങ്ങനെയുള്ള മോർ മാർക്കറ്റ് ചെന്നൈയിലെ മദ്രാസിലെ, അന്ന് മദ്രാസാണ്, അന്ന് ചെന്നൈ എന്നുള്ള പേരും കിട്ടിയിട്ടില്ല അന്നത്തെ കാലത്ത്. അന്ന് മദ്രാസ് എന്നാണ് പറയുക, മദ്രാസ് സെൻട്രൽ എന്നാണെന്ന് പേര്. ഇന്നാണ് ചെന്നൈ സെൻട്രലായത്. അപ്പോൾ ആ മദ്രാസ് സെൻട്രൽ മാർക്കറ്റിൻ്റെ അടുത്തുള്ള മോർ മാർക്കറ്റിൽ ഞാൻ എൻ്റെ കൂട്ടുകാരനും കൂടി ട്രെയിൻ ഇറങ്ങിപ്പോയി. അപ്പോൾ ഈ മോർ മാർക്കറ്റിനെ പറ്റി കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ കയ്യിൽ വേണ്ടോളം സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഏതായാലും സ്റ്റേഷൻ്റെ അവിടെ നിന്ന് വണ്ടി വിളിക്കുന്നതിന് പകരം ഹോട്ടലിൽ പോകുന്നവരെ ഞങ്ങൾ നടന്നു പോകുക പതിവ്. കാരണം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ അത്ര ദൂരമൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഈ പ്രാവശ്യം മോർ മാർക്കറ്റിലൊന്ന് പോകാം, എന്തെങ്കിലും കിട്ടിയാൽ വാങ്ങിക്കാം എന്ന് വിചാരിച്ച് അവിടെ പോയ സമയത്ത് ഷൂ വിൽക്കുന്ന ഒരു കട കണ്ടു ഞങ്ങൾ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ ഷൂ ആണെങ്കിൽ വല്ലാതെ കേടുവരാൻ ഭാവിക്കുന്നു, എങ്ങനെ അയാൾക്ക് പുതിയത് എടുക്കണം. അപ്പോൾ പഴയതായാലും പുതിയതായാലും എന്തായാലും ശരി, നോക്കിയ സമയത്ത് ഏകദേശം ബ്രാൻഡ് ന്യൂ പോലെയാണ് ആ ഷൂ കാണുന്നത്, പുതിയതായിട്ട്. അപ്പോൾ ഇയാൾക്ക് നോക്കിയ സമയത്ത് ഇയാളുടെ സൈസ് കറക്റ്റുമാണ്. അപ്പോൾ ഇയാൾ ആ ഷൂയുടെ വില ചോദിച്ചു. ഷൂയുടെ വില ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 200 രൂപ സാർ പറഞ്ഞു. 200 രൂപ നന്നായി തോന്നി. പക്ഷേ മോർ മാർക്കറ്റിൽ എന്ത് സാധനം വാങ്ങിക്കുകയാണെങ്കിലും ബാർഗെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബാർഗെയിൻ ചെയ്യാതെ ഒന്നും വാങ്ങിക്കരുത്, ബാർഗെയിൻ മാർക്കറ്റാണത്. നമ്മൾ വില പെശകി വാങ്ങിക്കണം. അഥവാ അങ്ങനൊരു മനസ്സിൽ അങ്ങനെ കേടിക്കൂടിയിരിക്കുകയാണ് ആ കാലത്ത്. പറഞ്ഞ വില കൊടുക്കരുത്, പെശകണം. അതൊരു അന്നത്തെ ടൗണുകളിൽ പോയി കഴിഞ്ഞ സാധനം വാങ്ങിക്കുന്ന ഫുട്പാത്തുകളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ സാധനം വാങ്ങിക്കുന്ന ആൾക്കാരുടെ മനസ്സിലുള്ളതാണ്. പച്ചക്കറി വാങ്ങിക്കുമ്പോഴും അതെ, 10 രൂപ പറഞ്ഞാൽ 5 രൂപയ്ക്ക് കൊടുക്കാൻ പറയും. അപ്പോൾ അങ്ങനെ ഒരു പെശകി വാങ്ങിക്കുന്ന ഒരു സമയമാണത്. ആ കാലങ്ങളിലൊക്കെ അങ്ങനെയാണ് പെശകി വാങ്ങിക്കുക. അപ്പോൾ 200 രൂപ ഷൂ പറഞ്ഞ സമയത്ത് നല്ല ഷൂ ആണ്. എൻ്റെ കൂട്ടുകാരൻ 100 രൂപ എടുത്തു കൊടുത്തു. 100 രൂപയ്ക്ക് തരാൻ പറഞ്ഞു. 100 രൂപ എടുത്ത് കൊടുത്തിട്ടാണ് പറയുന്നത് 100 രൂപയ്ക്ക് തരാൻ. കാരണം പൈസ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ വാങ്ങിക്കും, അവർ സാധനം തരുന്നുള്ള വിശ്വാസമാണ്. കാരണം പൈസ ആദ്യം കാണിക്കുകയാണല്ലോ. അന്നത്തെ 100 രൂപയ്ക്കൊക്കെ ഒന്ന് വിലയുണ്ട് കേട്ടോ, നല്ല വിലയുണ്ട്, ഇന്നത്തെ പോലെ ഒന്നല്ല. 100 രൂപ കണ്ടതും അവിടെ ഒരു ഫുട്പാത്തിൽ ഇരിക്കുന്ന 100 രൂപ വേഗം പോക്കറ്റിലിട്ടിട്ട് വേഗം ഒരു ഷൂ എടുത്തു കൊടുത്തു. ഷൂ 2 എണ്ണം വേണമല്ലോ. 200 രൂപയല്ലേ വില പറഞ്ഞത്. കടക്കാരൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അതെന്താ അങ്ങനെ ചോദിച്ച സമയത്ത് പറയുകയാണ്, നിങ്ങൾ 200 രൂപ പറഞ്ഞ സാധനത്തിന് 100 രൂപയല്ലേ പറഞ്ഞാൽ, 100 രൂപയല്ലേ തന്നെ, 100 രൂപയ്ക്ക് എൻ്റെ കയ്യിൽ സാധനം ഉണ്ട് സാർ, നിങ്ങൾ 100 രൂപയുടെ ഒരു ഷൂ എടുത്ത് കൊണ്ടുപോയിക്കോളൂ, എനിക്കൊരു വിരോധമില്ല. 100 രൂപയ്ക്ക് ഒരു ഷൂ തന്നു. അയാളായിട്ട് ബാർഗെയിനായി, ആർഗ്യുമെൻ്റായി, വാദങ്ങളായി, വഴക്കായി. വിദ്വാൻ്റെ പോക്കറ്റിൽ നിന്ന് 100 രൂപ കൂടി തിരിച്ചു വരുന്നില്ല. ഇയാൾക്കാണെങ്കിൽ 200 രൂപ കൊടുത്ത ഷൂ വാങ്ങിക്കാൻ അയാൾക്ക് ഉദ്ദേശമില്ല. കുറേ നേരം അവരിങ്ങനെ സമയം പോയി. ഒരു ടൈം പാസ് എന്ന് പറയാം, ഒരു വഴക്കെന്ന് പറയാം, എന്ത് വേണമെങ്കിൽ പറയാം. അവസാനം പിന്നെ അയാൾക്ക് ഒരു 100 രൂപയും കൂടി കൊടുത്തിട്ട് ആ 2 ഷൂ കൂടി വാങ്ങിയിട്ട് എൻ്റെ കൂട്ടുകാരനും ഞാനും കൂടി ഹോട്ടലിലേക്ക് പോയി. അങ്ങനൊരു കഥ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആ മോർ മാർക്കറ്റ്, അവിടെ എല്ലാ സാധനങ്ങളും എങ്ങനെയാണ്, ഇപ്പോൾ നോക്കിയാലും വഴക്കാണ്. അതിൻ്റെ ഉള്ളിൽ ഗുണ്ടായിസം ഉണ്ടാവും.
റൗഡികളുമുണ്ട്, അന്ത റൗഡികളൊക്കെ ഉണ്ട്. ഇപ്പോൾ മോർ മാർക്കറ്റ് സാധാരണയായിട്ട് ഈ കള്ളന്മാരും ഗുണ്ടകളും ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് നടന്നിട്ടുള്ളൊരു മാർക്കറ്റാണ് മോർ മാർക്കറ്റ്. അപ്പോൾ അത് കുറേ കാലം കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നത് ജയലളിത ഭരണത്തിൽ വന്നതിന് ശേഷമാണ് ഗുണ്ടകൾക്ക് നേരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡറുകൾ അവിടെ ഉണ്ടാവുകയുണ്ടായി. അങ്ങനെ ഗുണ്ടകളും റൗഡികളെയും മാറ്റാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും അവിടെ ചെയ്യേണ്ടായി. അങ്ങനെയാണ് ഈ ഗുണ്ടകളും റൗഡികളും മദ്രാസ് മാർക്കറ്റിൽ കുറഞ്ഞത്. ജയലളിത വന്നതിന് ശേഷമാണ് അത് കുറഞ്ഞത്. മാത്രമല്ല ഈ മോർ മാർക്കറ്റ് അതിന് ശേഷം സ്ഥലമെടുത്ത് റെയിൽവേ അവിടെ റെയിലുണ്ടാക്കി, റെയിൽവേ അവരുടെ പ്ലാറ്റ്ഫോമുകളും പുതിയൊരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കി, ഒരു റിസർവേഷൻ സെൻറ്ററൊക്കെ അവിടെ ഉണ്ടാക്കി. അങ്ങനെയാണ് മോർ മാർക്കറ്റ് ഇല്ലാതായത്. ഇന്നും അതിൻ്റെ ഭാഗം എന്ന് പറയുന്ന പോലെ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റോഡ് സൈഡിൽ ആരൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. പക്ഷേ അത് മോർ മാർക്കറ്റൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒരു കച്ചവട രീതിയും മദ്രാസിലുണ്ടായിരുന്നു എന്നറിയിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും.